ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ BJPയുടെ നേതാവ് കെ രാധാകൃഷ്ണനാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയും ചേർന്ന് ഭയങ്കരമായ ഒരു സംഗതി ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയം സാധ്യമായത് എന്നൊക്കെ. എൻ്റെ വാർഡിൽ പരാജയപ്പെട്ട ഒരു അനുജ സുഹൃത്തിൻ്റെ അനുജൻ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇക്ക, ഈ മുസ്ലിങ്ങളൊക്കെ ഇത്രയും വർഗീയവാദികളായാൽ, BJPയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്, ഈ മുസ്ലിങ്ങളൊക്കെ ഇത്രയും വർഗീയവാദികളായാൽ എന്തൊരു വർഗീയതയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ്, അവൻ്റെ സഹോദരൻ മത്സരിച്ചത് എൻ്റെ വാർഡിലാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ മുസ്ലിങ്ങളെല്ലാവരും കൂടി അവൻ്റെ ജ്യേഷ്ഠനെ തോൽപ്പിച്ചു എന്ന തരത്തിലുള്ളൊരു കമൻറ്റാണ് പുള്ളി പറഞ്ഞത്. ഞാൻ യഥാർത്ഥത്തിൽ ഈ വോട്ടിൻ്റെ പാറ്റേണെ സംബന്ധിച്ച് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും വെച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഈ മനസ്സിലാക്കുന്നതിന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു സെലക്റ്റീവ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയുന്നത് FBയും യൂട്യൂബും ഒക്കെയാണ്. അതുപോലെ തന്നെ ചില ഡേറ്റയാണ്. നമുക്കൊരു സാമ്പിളൊന്നും എടുത്ത് സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള സന്ദർഭമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം സംഗതികൾ ചെയ്യേണ്ടി വരുന്നത്. അതിനൊരു ഉദാഹരണമായി റെഫറൻസ് പോയിൻ്റായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ദിവസം ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് അഡ്വക്കേറ്റ് AP സ്മിജി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മകളെ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാപ്പയും ലീഗിൻ്റെ നേതൃത്വവും ജനറൽ വൈസ് പ്രസിഡൻറ്റ് എന്നുള്ള പദവി അല്ലെങ്കിൽ ആ സ്ഥാനം ആർക്ക് നൽകാമെന്നിരിക്കെ അഡ്വക്കേറ്റ് സ്മിജിക്ക് നൽകാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ആ തീരുമാനം അവർ തീർച്ചയായും അവരുടെ ഒരു നേതാവ് കൂടിയായിരുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ മകൾ എന്നുള്ള നിലയിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതെടുത്തതിന് തെറ്റു പറയാനുമാവില്ല. കാരണം അത്രമേൽ ഇഷ്ടത്തോടെ ചേർന്ന് നിന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമത്തിൽ വൈറലാവുന്നുണ്ട്. അത് ഒന്ന് കേൾക്കാം. ഈ പാണക്കാട്ടെ കുടുംബമല്ലാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ, മാറോട് ചേർക്കാൻ, ഞങ്ങളെ സ്നേഹിക്കാൻ, ഞങ്ങളെ ബഹുമാനിക്കാൻ, ഞങ്ങളെ കൂടെ ഇരുത്താൻ, കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആ കുടുംബത്തിനല്ലാതെ ആർക്കാ സാധിച്ചത്? ആർക്ക് സാധിക്കും? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. തങ്ങൾ 2001 വീണ്ടും ഞാൻ എണ്ണൂർ മത്സരിച്ചു, 14,000 വോട്ട് വിജയിച്ചു. 2010 മലപ്പുറം ജില്ലാ പഞ്ചായത്ത് റിസർവേഷനായി സൂറാത്താന്റെ രണ്ടാമത്തെ ടൈമിൽ തങ്ങൾ പറഞ്ഞു, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് നന്നമ്പറിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. തങ്ങള് 20,000 വോട്ടിന് ഭൂരിപക്ഷം ഞാൻ ജയിച്ചത്. വിജയിച്ച് പാണക്കാട് കൂടിയപ്പോ സ്ഥാനാർത്ഥി പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനെ പ്രഖ്യാപിച്ചു. ഞാൻ ഇരുന്ന കഥ നീട്ടിട്ട് തങ്ങളെ കൂട്ടിപ്പിടിച്ചു. ആ ഫോട്ടോ എന്റെ ഫേസ്ബുക്കിലും ഇപ്പോൾ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എനിക്കത് വല്ലാത്തൊരു സ്നേഹം, വല്ലാത്തൊരു പ്രയാസമാണ് ആ ഫോട്ടോ കാണുമ്പോൾ എനിക്കുണ്ടാകുന്നത്. വല്ലാത്ത ഒരു നെഞ്ചിടിപ്പാണ് ഉണ്ടാകുന്നത്. 2015 ആ കൂട്ടിപ്പിടിച്ച ആ സ്നേഹം അത് എന്റെ ഫേസ്ബുക്കിൽ എന്റെ നെഞ്ചത്തിൽ നിന്ന് കിടക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ സ്നേഹമൊക്കെ അവർ ഓർത്തിട്ടുണ്ടാവും ഈ മകളെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴും ഈ മകളെ വൈസ് പ്രസിഡന്റ് ആക്കിയപ്പോഴും. എൻ്റെ പോയിൻ്റ് അതല്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ ഈ പോസ്റ്റ് ചെയ്ത FBയും യൂട്യൂബിലും, FBയിൽ ഏതാണ്ട് 2,03,000 പേർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. 498 പേർ കമൻ്റ് എഴുതിയിട്ടുണ്ട്. യൂട്യൂബിൽ ഏതാണ്ട് 24,000 പേർ കണ്ടിട്ടുണ്ട്. 146ഓളം പേർ കമൻറ്റുകൾ എഴുതിയിട്ടുണ്ട്. ഈ കമൻറ്റുകളൊന്നും ആരുടെയും നിയന്ത്രണത്തിൽ എഴുതിക്കുന്നതല്ല. പല രാജ്യങ്ങളിൽ, പല സമൂഹങ്ങളിൽ, പലയിടത്ത് ജീവിക്കുന്ന മനുഷ്യർ എഴുതുന്നതാണ്. പക്ഷേ ഇതിലൊരു 10 കമൻറ്റ്, കാരണം ഒന്നെന്ന് ഞാൻ പറയാൻ കാരണം എൻ്റെ ഒരു നോട്ടത്തിൽ ഏതെങ്കിലും പെശക് വന്നോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നെന്ന് പറയാത്തത്. ഒരു കമൻറ്റ് പോലും സത്യത്തിൽ ഇങ്ങനെ ഒരാളിനെ ആക്കിയതിനെതിരെ ഒരു വിദ്വേഷ കമൻറ്റ് ഒരു മുസ്ലിം പ്രൊഫൈലിൽ നിന്നും ഒരാൾ പോലും ഇതുവരെ എഴുതിയിട്ടില്ല. ഇനി നാളുകളിൽ വ്യാജ പ്രൊഫൈലിൽ കയറി എഴുതാം എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. ഇതുവരെ എഴുതിയിട്ടില്ല. മുഖമുള്ള ഒരാളും എഴുതിയിട്ടില്ല. ഈ പറയുന്ന മുസ്ലിം പേരുകാരായ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ അതിന് മറ്റ് ചില തലങ്ങൾ എഴുതിയിട്ടുണ്ട്, രാഷ്ട്രീയമായ കാര്യങ്ങൾ. അല്ലാതെ ഒരിക്കൽ പോലും ഈ സ്മിജി എന്ന് പറയുന്ന ഒരു വർഗീയവാദിയെ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരാളിനെ, ഒരു കാഫറിനെ ഇങ്ങനെ ആക്കിയതെന്നോ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മുടെ ആളിന് അവകാശപ്പെട്ടത് അവക്ക് കൊടുത്തതെന്നോ ഒരാൾ പോലും ഇതിൽ ചോദിച്ചിട്ടില്ല. ചോദിക്കാഞ്ഞത് അത് പാണക്കാട് തങ്ങൾ ലീഗ് തീരുമാനിച്ചതുകൊണ്ട് മാത്രമല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ, കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ
ലീഗിനും പാണക്കാട് തങ്ങൾക്കും വിധേയമാണ് എന്ന് വിഡ്ഢിത്തമായി ആരും പറയില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ട്, പല പാർട്ടിയിലും പല സംഗതിയിലും പെട്ടവരുണ്ട്. പക്ഷേ ഒരാൾ പോലും അങ്ങനെ എഴുതിയില്ല. എന്താ കാര്യം? അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നിർവചിക്കാം, നിങ്ങൾക്ക് പറയാം. നേരെ മറിച്ച് ഇതുപോലെ മഹാഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലത്ത്, ഇപ്പോൾ പാലക്കാട് കോർപ്പറേഷനിൽ രാമസിംഹനെ ചെയർമാനാക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, ജയിച്ചെന്ന് കൂട്ടിക്കോ, ജയിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ തിരുവനന്തപുരം മേയറായി അബ്ദുള്ള കുട്ടിയെ ആക്കാനെന്ന് തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒന്ന് ആക്കി നോക്കട്ടെ, എന്തായിരിക്കും അതിൻ്റെ അടിയിലുണ്ടാവുക? ഒന്ന് ഊഹിച്ചു നോക്കൂ. അവിടെയാണ് മുസ്ലിം വിഭാഗം ഈ വർഗീയവാദികളാണ് എന്നുള്ളതിന് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഡേറ്റ വെച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ ഈ സാമൂഹ്യ മാധ്യമ സൂചന നൽകുന്ന ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഇത്തരമൊരു തെരഞ്ഞെടുക്കലിനെ അല്ലെങ്കിൽ ഇത്തരമൊരു ചേർത്ത് പിടിക്കലിനെ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറമായി മുസ്ലിം കമ്മ്യൂണിറ്റി അപ്രിസിയേറ്റ് ചെയ്യുന്നതല്ലേ? അപ്പോൾ പിന്നെയും നിങ്ങളെങ്ങനെ ആ കമ്മ്യൂണിറ്റിയെ വർഗീയവാദികളെന്ന് പറയും? മറിച്ച് വേറെ ഏതെങ്കിലും ഒരാളിനെയാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഈ എഴുതുന്ന മുഖമില്ലാത്ത സൈബർ പോരാളി മുതൽ സാക്ഷാൽ ഒരു കുഴപ്പവുമില്ല, നല്ല പരിണിതപ്രജ്ഞനാണെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞ മുഖ്യമന്ത്രി സർട്ടിഫൈ ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ വരെയുള്ളവർ എന്തായിരിക്കും പറയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇനിയെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയൂ, ആരാണ് കൊടിയ വർഗീയവാദികൾ? ആർക്കാണ് വിദ്വേഷം ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ആരെയാണ് അത് കൂടുതൽ മലിനമാക്കിയിരിക്കുന്നത്?